നമസ്കാരം. ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ സൈനിക നീക്കമായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന നടപടിയെടുത്ത പാകിസ്ഥാൻ തുടർന്ന് ഇന്ത്യക്കെതിരെ പ്രകോപന നീക്കങ്ങൾ നടത്തുകയുണ്ടായി. അതിനുള്ള കനത്ത തിരിച്ചടിയായി ഇന്ത്യ മെയ് 7 ഓപ്പറേഷൻ സിന്ദൂറുമായി പടക്കളത്തിലിറങ്ങി. അങ്ങനെ ഇന്ത്യൻ സൈനിക കരുത്തിന്റെ വീര്യത്തിന് ലോകം സാക്ഷ്യം വഹിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിനായി ഇന്ത്യ ഈ നീക്കത്തിൽ പ്രതിരോധ മേഖലയിലെ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ അണിനിരത്തുകയുണ്ടായി. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയും ഈ ദൗത്യത്തിൽ പങ്കുചേരുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണയ്ക്കുന്നതിനായി ISRO ഭൗമ നിരീക്ഷണ വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ വിനിയോഗപ്പെടുത്തി. ഇക്കഴിഞ്ഞ ദിവസം ISRO ചെയർമാൻ V. നാരായണൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ പങ്കാളിത്തത്തെ സംബന്ധിച്ച വിവരങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറിൽ 400-ൽ പരം ശാസ്ത്രജ്ഞരാണ് ഭൗമ നിരീക്ഷണ ആശയവിനിമയ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് സൈന്യത്തിന് പിന്തുണ നൽകുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിച്ചത്. അദ്ദേഹം പറഞ്ഞു. ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ അഥവാ AIMAയുടെ 52ാമത് ദേശീയ മാനേജ്മെന്റ് കൺവെൻഷനിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിനിടെ ദേശീയ സുരക്ഷാ ആവശ്യങ്ങൾക്കായി ബഹിരാകാശ ഏജൻസി ഉപഗ്രഹ ഡേറ്റ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈന്യത്തിന്റെ എല്ലാ ദൗത്യ ആവശ്യങ്ങൾക്കും സഹായകരമാകുന്ന തരത്തിൽ എല്ലാ ഉപഗ്രഹങ്ങളും പ്രവർത്തനത്തിലുടനീളം 24x7 മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി അദ്ദേഹം വിശദീകരിച്ചു. ഡ്രോണുകളുടെയും അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങളുടെയും വ്യാപകമായ ഉപയോഗവും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് തീർ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കഴിവുകളും ഓപ്പറേഷൻ സിന്ദൂറിൽ പരീക്ഷിച്ചപ്പോൾ ആ ദൗത്യത്തിൽ ബഹിരാകാശ മേഖല നടത്തിയ പങ്ക് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറിലെ ISROയുടെ പങ്കാളിത്തത്തെ കൂടാതെ ഇന്ത്യയുടെ അഭിലഷണീയ സ്വപ്നമായ ഗഗൻയാൻ പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. 2027ഓടെ ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്ര ലക്ഷ്യം വെച്ചുള്ള ഈ പദ്ധതി പുരോഗതി പ്രാപിച്ചു വരികയാണ്. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ISRO ഇതിനോടകം 7700 ഗ്രൗണ്ട് ടെസ്റ്റുകൾ പൂർത്തിയാക്കിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. മനുഷ്യ ബഹിരാകാശ യാത്ര നടത്തുന്നതിന് മുമ്പ് ഇനി 2300 പരീക്ഷണങ്ങൾ കൂടി നടത്താനുള്ള പദ്ധതിയും ISROയ്ക്ക് മുന്നിലുണ്ട്. ഗഗൻയാൻ പദ്ധതി പ്രകാരം 3 അൺക്രൂഡ് ദൗത്യങ്ങൾ നടത്താൻ ISRO പദ്ധതിയൊരുക്കിയിട്ടുണ്ട്. ഈ ദൗത്യങ്ങളിൽ ആദ്യത്തേത് ഈ വരുന്ന ഡിസംബറിൽ നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് 2 ക്രൂഡ് ദൗത്യങ്ങൾക്കുള്ള അംഗീകാരങ്ങളും ബഹിരാകാശ ഏജൻസി നേടിക്കഴിഞ്ഞു. 2035 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും 2040 ആകുമ്പോഴേക്കും ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ ചന്ദ്രനിൽ ഇറക്കാനുമുള്ള മഹത്തായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ISRO ഓരോ ചുവടുവയ്പ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ബഹിരാകാശത്തേക്ക് യാത്രികരെ അയക്കാൻ ലക്ഷ്യമിടുന്ന ഗഗൻയാൻ ദൗത്യത്തിനായുള്ള ഒരു സുപ്രധാന പരീക്ഷണത്തിന്റെ ആവേശകരമായ പുതിയ ദൃശ്യങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO പങ്കുവയ്ക്കുകയുണ്ടായി. ഒരു സ്ലൈഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ടെസ്റ്റ് ക്യാപ്സ്യൂളിൽ നിന്ന് ഒരു പ്രത്യേക പാരച്യൂട്ട് അതിവേഗത്തിൽ ഒരു ട്രാക്കിലൂടെ കുതിക്കുന്നത് ISRO പങ്കിട്ട ആ വീഡിയോയിൽ കാണാനാകും. ഏകദേശം 5.8 മീറ്റർ ഉയരമുള്ള ഈ പാരച്യൂട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് സുരക്ഷിതമായി വീണ്ടും പ്രവേശിക്കുമ്പോൾ ക്രൂ മൊഡ്യൂളിന്റെ വേഗത കുറയ്ക്കാനും സ്ഥിരപ്പെടുത്താനും സഹായിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബഹിരാകാശ യാത്രികർക്ക് ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചിറങ്ങാനാകുമെന്നത് ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാന ഘട്ടമാണ് ഇതോടെ ISRO സാധ്യമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലെല്ലാം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ആഗോളതലത്തിൽ ശ്രദ്ധേയമായ വലിയ മുന്നേറ്റങ്ങൾക്ക് കളമൊരുക്കുകയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. വാർത്തയുടെ നിറം തേടി തനിനിറം.